ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് സുഖമില്ല, സോ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. നമുക്കിന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിൻ്റെ ബാക്കി കേൾക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹെർമിയോണി കമ്പിളിത്തൊപ്പികൾ ഉണ്ടാക്കി ഹൗസ് എൽസിന് വേണ്ടി ഉപേക്ഷിച്ച് പോകുന്നിടത്താണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ കഥയിലേക്ക് കടക്കാം. റോൺ സ്നേപ്പിൻ്റെ ഉപന്യാസത്തിൻ്റെ തലക്കെട്ടെഴുതിയ കടലാസ് ചുരുട്ടി. ഇനി ഇത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഹെർമിയോണി ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യാനാ? മൂൺസ്റ്റോണിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല. നിനക്കോ? ഹാരി ഇല്ലെന്ന് തലയാട്ടി. അങ്ങനെ ചെയ്തപ്പോൾ വലതുവശത്തെ വേദന വഷളാകുന്നത് അവൻ ശ്രദ്ധിച്ചു. രാവിലെ എഴുന്നേറ്റാൽ ആ രാത്രിയിലെ ഹോംവർക്ക് പൂർത്തിയാക്കാത്തതിൽ താൻ ഖേദിക്കുമെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും അവൻ തൻ്റെ പുസ്തകങ്ങൾ വീണ്ടും ബാഗിലേക്ക് അടുക്കി വെച്ചു. ഞാനും ഉറങ്ങാൻ പോകുന്നു. ഡോർമിറ്ററികളിലേക്കുള്ള വഴിയിൽ അവൻ സീമസിനെ കടന്നുപോയി. പക്ഷെ അവനെ നോക്കിയില്ല. സീമസ് സംസാരിക്കാൻ വായ തുറക്കുന്നതായി ഹാരിക്ക് മനസ്സിലായി. പക്ഷേ അവൻ വേഗത്തിൽ നടന്നു. കൂടുതൽ പ്രകോപനത്തിന് ഇടവരുത്താതെ അവൻ പിരിയൻ ഗോവണിയുടെ ശാന്തതയിലേക്ക് നടന്നു കയറി. പിറ്റേന്ന് പുലർച്ചെയും മുമ്പത്തെ ദിവസത്തെ പോലെ തന്നെ മഴയും തീർത്തും വിരസവുമായിരുന്നു. പ്രഭാത ഭക്ഷണ സമയത്തും ഹാഗ്രിഡ് സ്റ്റാഫ് മേശയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നല്ലൊരു കാര്യം ഇന്ന് സ്നേഹിപ്പില്ല എന്നതാണ്, റോൺ ധൈര്യത്തോടെ പറഞ്ഞു. ഹെർമിയോണി കോട്ടുവായിടുകയും കോഫി കപ്പിലേക്ക് ഒഴിക്കുകയും ചെയ്തു. എന്തോ ഓർത്ത് അവൾ അല്പം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. റോൺ അവളോട് ഇത്ര സന്തോഷിക്കാൻ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൾ തൊപ്പികൾ പോയി ഹൗസ് എൽഫുകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, റോൺ വിയോജിച്ചു. അതവർ വസ്ത്രങ്ങളായി തന്നെ കണക്കാക്കിയിട്ടുണ്ടാകില്ല. കമ്പിളിച്ചാക്ക് പോലെയാണ് അതുണ്ടായിരുന്നത്. ഹെർമിയോണി രാവിലെ മുഴുവൻ അവനോട് സംസാരിച്ചില്ല. ഡബിൾ ചാംസ് പീരീഡിന് ശേഷം ഡബിൾ ട്രാൻസ്ഫിഗറേഷൻ വന്നു. പ്രൊഫസർ ഫ്ലിറ്റ്വിക്കും പ്രൊഫസർ മക്ഗോണാഗലും അവരുടെ ക്ലാസുകളുടെ ആദ്യ 15 മിനിറ്റ് അവളുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ്സിൽ പ്രഭാഷണം നടത്തി. നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, തൻ്റെ മേശയുടെ മുകളിൽ കാണാൻ കഴിയുന്ന തരത്തിൽ പുസ്തകങ്ങളുടെ കൂമ്പാരത്തിൽ ഇരുന്നു കൊണ്ട് കൊച്ചു പ്രൊഫസർ ഫ്ലിറ്റ്വിക് പറഞ്ഞു, ഈ പരീക്ഷകൾ വരും വർഷങ്ങളിലെ നിങ്ങളുടെ ഭാവിയെ സ്വാധീനിച്ചേക്കാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ഗൗരവമായി ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സമയമാണ്. അതിനുവേണ്ടി ഞങ്ങളും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. പ്രൊഫസർ ഫ്ലിറ്റ്വിക്കിൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ഔളിൽ വരാനിരിക്കുന്ന സമ്മോണിംഗ് ചാംസ് റിവൈസ് ചെയ്യാൻ അവർ 1 മണിക്കൂറിലധികം ചിലവഴിച്ചു. പിന്നീട് അദ്ദേഹം അവരുടെ ഏറ്റവും വലിയ ചാംസ് ഹോംവർക്ക് നൽകി ക്ലാസ് പൂർത്തിയാക്കി. ട്രാൻസ്ഫിഗറേഷനിലും ഇതുതന്നെയായിരുന്നു. നിങ്ങൾക്ക് ഔൾ പാസ്സാകാൻ കഴിയില്ല, പ്രൊഫസർ മക്ഗോണാഗൽ പറഞ്ഞു. ഗൗരവമായ പ്രായോഗികതയും പരിശീലനവും പഠനവുമില്ലാതെ ഈ ക്ലാസ്സിലെ എല്ലാവരും നന്നായി ഇതൊക്കെ ചെയ്യുന്നതിനാൽ ട്രാൻസ്ഫിഗറേഷനിൽ ഔൾ നേടാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. നെവിൽ സങ്കടകരമായ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. നീയും അതേ ലോങ് ബോട്ടം, പ്രൊഫസർ മക്ഗോണാഗൽ പറഞ്ഞു. ആത്മവിശ്വാസക്കുറവൊഴികെ നിന്റെ പരിശീലനത്തിലും ഒരു കുറവും ഞാൻ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വാനിഷിംഗ് സ്പെല്ലുകൾ ആരംഭിക്കുകയാണ്. ഇവ കൺജറിംഗ് സ്പെല്ലുകളെക്കാൾ എളുപ്പമാണ്. അത് സാധാരണയായി ന്യൂഡ് ലെവലിലാണ് വരാറ്. പക്ഷെ വാനിഷിംഗ് സ്പെല്ലുകൾ നിങ്ങളുടെ ഔളിൽ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാജിക്കുകളിൽ ഒന്നാണ്. പ്രൊഫസർ മക്ഗോണാഗൽ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. ഹാരിക്ക് വാനിഷിംഗ് സ്പെൽസ് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നി. 2ാമത്തെ പീരീഡിന്റെ അവസാനമായിട്ടും അവർ പരിശീലിച്ചിരുന്ന ഒച്ചുകളെ അപ്രത്യക്ഷമാക്കാൻ അവനോ റോണിനോ സാധിച്ചിരുന്നില്ല. പക്ഷേ റോൺ അവന്റെ ഒച്ച് കുറച്ച് വിളറിയതായി കാണുന്നു എന്ന് പറഞ്ഞു. മറുവശത്ത് ഹെർമിയോണി 3ാമത്തെ ശ്രമത്തിൽ തന്റെ ഒച്ചിനെ വിജയകരമായി ഇല്ലാതാക്കി. പ്രൊഫസർ മക്ഗോണാഗലിൽ നിന്ന് ഗ്രിഫിൻഡോറിനുള്ള
10 പോയിന്റ് ബോണസ് നേടി. അവൾക്ക് മാത്രം ഹോംവർക്ക് കിട്ടിയില്ല. മറ്റെല്ലാവരോടും രാത്രി മുഴുവൻ സ്പെൽ പരിശീലിക്കാനും അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒച്ചുകളുമായി ഒരു പുതിയ ശ്രമത്തിന് തയ്യാറായി വരാനും ആവശ്യപ്പെട്ടു. ഇപ്പോൾ ചെയ്യേണ്ട ഹോംവർക്കുകളുടെ ലിസ്റ്റിനെ കുറിച്ച് അവർക്കല്പം പരിഭ്രമം തോന്നി. പോഷൻ നിർമ്മാണത്തിൽ മൂൺസ്റ്റോണിന്റെ ഉപയോഗത്തെക്കുറിച്ച് പഠിക്കാൻ ഹാരിയും റോണും ഉച്ചഭക്ഷണ സമയം ലൈബ്രറിയിൽ ചിലവഴിച്ചു. തന്റെ കമ്പിളിത്തൊപ്പികളെ റോൺ അധിക്ഷേപിച്ചതിന്റെ ദേഷ്യത്തിലായിരുന്നു ഹെർമിയോനി. അതുകൊണ്ട് അവൾ അവരോടൊപ്പം ചേർന്നില്ല. ഉച്ച കഴിഞ്ഞ് അവർ കെയർ ഓഫ് മാജിക്കൽ ക്രീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ എത്തിയപ്പോൾ ഹാരിയുടെ തല വീണ്ടും വേദനിച്ചു. പകൽ തണുപ്പും കാറ്റും നിറഞ്ഞതായിരുന്നു. പുൽത്തകിടിയിലൂടെ ഫോർബിഡൻ ഫോറസ്റ്റിന്റെ അരികിലുള്ള ഹാഗ്രിഡിന്റെ ക്യാബിന്റെ മുറ്റത്തുകൂടി നടക്കുമ്പോൾ ഇടയ്ക്കിടെ മഴത്തുള്ളികൾ അവരുടെ മുഖത്ത് പതിഞ്ഞു. ഹാഗ്രിഡിന്റെ മുൻവാതിലിൽ നിന്ന് 10 അടി മാറി പ്രൊഫസർ ഗ്രബ്ലി പ്ലാങ്ക് ക്ലാസ്സിനായി കാത്തുനിന്നു. അവളുടെ മുന്നിൽ മരക്കമ്പുകൾ പേറിയ ഒരു നീണ്ട ടേബിൾ. ഹാരിയും റോണും അടുത്തെത്തിയപ്പോൾ പിന്നിൽ ഒരു ഉച്ചത്തിലുള്ള കൂട്ടച്ചിരി മുഴങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ സ്ലിതറിൻ കൂട്ടാളികളുടെ പതിവ് സംഘത്താൽ ചുറ്റപ്പെട്ട് ഡ്രാക്കോ മാൽഫോയ് അവരുടെ നേരെ വരുന്നത് അവർ കണ്ടു. അവൻ വളരെ രസകരമായ എന്തോ പറഞ്ഞതായി വ്യക്തമാണ്. കാരണം ക്രാബ്, ഗോയൽ, പാൻസി പാക്കിൻസൺ തുടങ്ങിയവർ മേശയ്ക്ക് ചുറ്റും ഒത്തുകൂടി ഹൃദ്യമായി പരിഹസിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഹാരിയെ നോക്കിക്കൊണ്ടിരുന്ന രീതി അനുസരിച്ച് തമാശയുടെ വിഷയം അധികം ബുദ്ധിമുട്ടാതെ അവന് ഊഹിക്കാൻ കഴിഞ്ഞു. എല്ലാവരും വന്നോ? സ്ലിതറിൻസും ഗ്രിഫിൻഡോസും എത്തിച്ചേർന്നപ്പോൾ പ്രൊഫസർ ഗ്രബ്ലി പ്ലാങ്ക് അലറി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അവൾ മുന്നിലുള്ള മരക്കൊമ്പുകളുടെ കൂമ്പാരത്തിലേക്ക് ചൂണ്ടി. ഹെർമിയോനി കൈ ഉടനെ വായുവിലേക്ക് ഉയർത്തി. അവളുടെ പുറകിൽ മാൽഫോയ് തുള്ളിച്ചാടിക്കൊണ്ട് അവളെ കളിയാക്കി അനുകരിച്ചു. പാൻസി പാക്കിൻസൺ ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു. എന്നാലത് അലർച്ചയാവാൻ അധികം സമയം വേണ്ടി വന്നില്ല. മേശപ്പുറത്തെ മരക്കമ്പുകൾ വായുവിലേക്ക് ചാടി അത് സ്വയം വെളിപ്പെടുത്തി. മരത്തിൽ നിർമ്മിച്ച ചെറിയ കുട്ടിച്ചാത്തന്മാരെ പോലുള്ള ജീവികളായിരുന്നു അവ. ഓരോന്നിനും തവിട്ടു നിറത്തിലുള്ള കൈകളും കാലുകളും. ഓരോ കൈയുടെയും അറ്റത്ത് 2 ചില്ലകൾ പോലുള്ള വിരൽത്തുമ്പുകളും. എന്ന് പാർവതിയും ലാവൻഡറും ശബ്ദമുണ്ടാക്കിയത് ഹാരിക്ക് വല്ലാത്ത അലോസരമായി. ഹാഗ്രിഡ് ഒരിക്കലും ഇവരെ അതിശയിപ്പിക്കുന്ന ജീവികളെ കാണിച്ചിട്ടില്ലെന്ന് മറ്റുള്ളവർ കരുതിയിരിക്കാം. ഫ്ലോബവർമുകൾ അത്ര മതിപ്പില്ലാത്തത് തന്നെയായിരുന്നു, സമ്മതിക്കാം. പക്ഷേ സലമാൻഡറുകളും ഹിപ്പോഗ്രിഫുകളും അത്യാവശ്യം കൗതുകമുണർത്തുന്നതായിരുന്നു. ബ്ലാസ്റ്റ് എൻഡഡ് സ്ക്രൂഡ്സ് മികച്ചതായിരുന്നു. ദയവായി നിങ്ങളുടെ ശബ്ദം കുറയ്ക്ക് ഗേൾസ്, പ്രൊഫസർ ഗ്രബ്ലി പ്ലാങ്ക് കയർത്തു. തവിട്ടു നിറത്തിലുള്ള അരി പോലെ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു പിടി ആ വടിജീവികൾക്ക് മേലെ അവൾ വിതറി. അവ ഉടനെ ഭക്ഷണത്തിലേക്ക് വീണു. അപ്പോൾ ആർക്കെങ്കിലും ഈ ജീവികളുടെ പേരുകൾ അറിയാമോ? മിസ് ഗ്രേഞ്ചർ? ബോട്രക്കിൾസ്, ഹെർമിയോനി പറഞ്ഞു. അവർ മരങ്ങളുടെ സംരക്ഷകരാണ്. സാധാരണയായി വാൻഡ് മരങ്ങളിലാണ് അവരെ കാണപ്പെടുന്നത്. ഗ്രിഫിൻഡോറിന് 5 പോയിന്റുകൾ, പ്രൊഫസർ ഗ്രബ്ലി പ്ലാങ്ക് പറഞ്ഞു. അതെ, ഇതാണ് ബോട്രക്കിൾസ്. മിസ് ഗ്രേഞ്ചർ പറഞ്ഞതുപോലെ അവ സാധാരണയായി വാൻഡിന് ഉപയോഗിക്കുന്ന ഗുണനിലവാരമുള്ള മരങ്ങളിലാണ് ജീവിക്കുന്നത്. ആർക്കെങ്കിലും ഇവ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാമോ? വുഡ് ലൈസ്, ഹെർമിയോനി പെട്ടെന്ന് പറഞ്ഞു. ഹാരി ബ്രൗൺ റൈസ് എന്ന് കരുതിയിരുന്നത് എന്തുകൊണ്ടാണ് അനങ്ങുന്നതെന്ന് അപ്പോൾ അവന് മനസ്സിലായി. പിന്നെ ഫെയറി എഗ്സ് കിട്ടുമെങ്കിൽ അതും. ഗുഡ് ഗേൾ, മറ്റൊരു 5 പോയിന്റ്സ് കൂടി. അപ്പോൾ ബോട്രക്കിൾസ് ഇരിക്കുന്ന മരത്തിൽ നിന്ന് ഇലകളോ കമ്പോ എടുക്കണമെങ്കിൽ നിങ്ങളുടെ കൈവശം അതിൻ്റെ ശ്രദ്ധ തിരിക്കാനോ അല്ലെങ്കിൽ അതിനെ ശാന്തമാക്കാനോ സമ്മാനമായി വുഡ് ലൈസ് ഉണ്ടായിരിക്കുന്നത് ബുദ്ധിപരമാണ്. ഇവരെ കാണുമ്പോൾ ഭീകരരായി തോന്നണമെന്നില്ല, പക്ഷേ
അവ വിരലുകൾ കൊണ്ട് മനുഷ്യന്റെ കണ്ണുകളിൽ ചൂന്നെടുക്കാൻ ശ്രമിക്കും. കണ്ടില്ലേ, അവ വളരെ മൂർച്ചയുള്ളതും കൺപോളകൾക്ക് സമീപം ഒട്ടും അടുപ്പിക്കാൻ കൊള്ളാത്തതുമാണ്. അതിനാൽ നിങ്ങൾക്ക് അടുത്തേക്ക് വരണമെങ്കിൽ കുറച്ച് വുഡ് ലൈസ് എടുക്കുക. 3 പേർക്ക് ഒന്നെന്ന രീതിയിൽ നിങ്ങൾക്ക് അവയെ കയ്യിലെടുത്ത് സൂക്ഷ്മമായി പഠിക്കാം. ക്ലാസിന്റെ അവസാനം അതിന്റെ എല്ലാ ശരീരഭാഗങ്ങളും ലേബൽ ചെയ്തിരിക്കുന്ന ഒരു സ്കെച്ച് എനിക്ക് ഓരോരുത്തരും തരണം. കുട്ടികൾ ടേബിളിന് ചുറ്റും നീങ്ങി. ഹാരി മനഃപൂർവ്വം പിന്നിൽ നിന്ന് പ്രൊഫസർ ഗ്രബ്ലി പ്ലാങ്കിന്റെ അരികിൽ എത്തി. ഹാഗ്രിഡ് എവിടെ പോയി? മറ്റെല്ലാവരും ബോട്രക്കിൾസ് തിരഞ്ഞെടുക്കുമ്പോൾ അവൻ അവളോട് ചോദിച്ചു. അത് നീ അറിയേണ്ട കാര്യമില്ല. പ്രൊഫസർ ഗ്രബ്ലി പ്ലാങ്ക് ആ ചോദ്യം അടിച്ചമർത്തി. കഴിഞ്ഞ തവണ ഹാഗ്രിഡ് ക്ലാസ്സിൽ വരാതിരുന്നപ്പോഴും അവളുടെ മനോഭാവം ഇത് തന്നെയായിരുന്നു. തന്റെ കൂർത്ത മുഖത്ത് പുഞ്ചിരി ചാലിച്ച് ഡ്രാക്കോ മാൽഫോയ് അവന്റെ കുറുകെ ചാരി നിന്ന് ഏറ്റവും വലിയ ബോട്രക്കിൾ എടുത്തു. ചിലപ്പോൾ ഹാരിക്ക് മാത്രം കേൾക്കാൻ വേണ്ടി മാൽഫോയ് പതുക്കെ പറഞ്ഞു, ആ ആനമണ്ടന് എഴുന്നേൽക്കാൻ പറ്റാത്ത പരിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും. ഇനി വായ തുറന്നാൽ നിനക്കായിരിക്കും ആ ഗതി വരുന്നത്. ഹാരിയും വിട്ടില്ല. അല്ലെങ്കിൽ ഇടപെടാൻ പാടില്ലാത്ത ഏതെങ്കിലും വലിയ കാര്യങ്ങളിൽ ഇടപെട്ട് കുഴപ്പത്തിലായിട്ടുണ്ടാകും. ഹാരിയുടെ പിറകിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് മാൽഫോയ് നടന്നു. അവന് ആകെ അസ്വസ്ഥത തോന്നി. മാൽഫോയ്ക്ക് എന്തെങ്കിലും അറിയാമായിരിക്കുമോ? അവന്റെ അച്ഛനൊരു ഡെത്ത് ഈറ്റർ ആയിരുന്നു. ഓർഡറിന്റെ ചെവിയിൽ എത്തിയിട്ടില്ലാത്ത ഹാഗ്രിഡിന്റെ എന്തെങ്കിലും ഒരു വിവരം അവന് ലഭിച്ചിട്ടുണ്ടാകുമോ? ഹാരി വേഗം റോണും ഹെർമിയോണിയും ഇരിക്കുന്നിടത്തേക്ക് പോയി. അവർ ഒരു ബോട്രക്കിളിനെ വരക്കാൻ കഴിയുന്നത്ര നേരം നിർത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹാരി കടലാസും ക്വില്ലും പുറത്തെടുത്ത് അവരുടെ അരികിലിരുന്നു. മാൽഫോയ് എന്താണ് പറഞ്ഞതെന്ന് ഒരു മന്ത്രിപ്പേൽ അവരെ അറിയിച്ചു. ഹാഗ്രിഡിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ഡംബിൾഡോറിന് പെട്ടെന്ന് മനസ്സിലാകും, ഹെർമിയോനി പറഞ്ഞു. മാൽഫോയ് നമ്മളെ കളിപ്പിക്കുന്നതാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായി അറിയുമോ ഇല്ലയോ എന്ന് നോക്കാൻ. ഹാരി, നീ ഇനി അവനെ ശ്രദ്ധിക്കണ്ട. ഇതാ ഈ ബോട്രക്കിളിനെ ഒന്ന് പിടിക്ക്, അതിൻ്റെ മുഖം വരക്കട്ടെ. അതെ, അവരുടെ അടുത്തിരുന്ന കൂട്ടത്തിൽ നിന്ന് മാൽഫോയിയുടെ വ്യക്തമായ മറുപടി വന്നു. അച്ഛൻ 2 ദിവസം മുമ്പ് മിനിസ്റ്ററുമായി സംസാരിക്കുകയായിരുന്നു. ഇവിടത്തെ ഗുണനിലവാരമില്ലാത്ത അധ്യാപനം കർശനമായി തടയാൻ മന്ത്രാലയം ശരിക്കും തീരുമാനിച്ചിരിക്കുന്നതായി തോന്നുന്നു. അതുകൊണ്ട് ആ ഭൂലോക വീട്ടി തിരിച്ചു വന്നാലും അവനെ ഉടൻ തന്നെ പാക്ക് ചെയ്ത് അയക്കും. അച്ച്! ഹാരി ബോട്രക്കിളിനെ ശക്തമായി പിടിച്ചപ്പോൾ അതേതാണ്ട് പൊട്ടിപ്പോയി. പകരം വീട്ടാൻ വേണ്ടി അതവന്റെ കയ്യിൽ മൂർച്ചയുള്ള വിരലുകൾ കൊണ്ട് 2 നീണ്ട ആഴത്തിലുള്ള മുറിവുകൾ നൽകി. ഹാരി അതിനെ വിട്ടു. ക്രാബും ഗോയലും ഹാഗ്രിഡിനെ നാടുകടത്തുന്നതോർത്ത് ഊറി ഊറി ചിരിച്ചു. കൂട്ടത്തിൽ ബോട്രക്കിൾ കാട്ടിലേക്ക് ഓടുന്നത് അവരുടെ ചിരിയെ കൂടുതൽ വഷളാക്കി. ആ ചെറിയ വടിമനുഷ്യൻ ഉടൻ തന്നെ മരത്തിന്റെ വേരുകൾക്കിടയിൽ മറഞ്ഞു. മണിമുഴങ്ങുന്ന ശബ്ദം അകലെ പ്രതിധ്വനിച്ചപ്പോൾ ഹാരി തന്റെ രക്തം പുരണ്ട ബോട്രക്കിൾ ചിത്രം ചുരുട്ടി. ഹെർമിയോണിയുടെ തൂവാല കൊണ്ട് കൈ കെട്ടിവെച്ച് ഹെർബോളജിയിലേക്ക് നടന്നു. മാൽഫോയിയുടെ പരിഹാസച്ചിരി ഇപ്പോഴും അവന്റെ കാതുകളിൽ മുഴങ്ങി. അവൻ ഒരിക്കൽ കൂടി ഹാഗ്രിഡിനെ മണ്ടൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ. ഹാരി പല്ലിറുമി. ഹാരി, നീ മാൽഫോയുമായി വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. മറക്കണ്ട, അവൻ ഇപ്പോൾ ഒരു പ്രിഫെക്റ്റാണ്. അവൻ നിന്നെ ബുദ്ധിമുട്ടിക്കും. അയ്യോ, അവൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതോർത്ത് എനിക്ക് പേടിയാവുന്നു. ഹാരി അവളെ പരിഹസിച്ചു. ഇത് കേട്ട് റോൺ ചിരിച്ചു. പക്ഷേ ഹെർമിയോനി മുഖം ചുളിച്ചു. അവർ ഒരുമിച്ച് പച്ചക്കറിത്തോട്ടത്തിലൂടെ നടന്നു. മഴ പെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആകാശത്തിന് ഇപ്പോഴും കഴിയുന്നില്ല. ഹാഗ്രിഡ് വേഗം തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയുള്ളൂ. ഹരിതഗൃഹങ്ങളിൽ എത്തിയപ്പോൾ ഹാരി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇനി ഗ്രബ്ലി പ്ലാങ്ക് അതിനേക്കാൾ നല്ല ടീച്ചറാണെന്ന് പറഞ്ഞു വരണ്ട. അവൻ
ഭീഷണിയായി കൂട്ടിച്ചേർത്തു. അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, ഹെർമിയോനി ശാന്തത കൈവിടാതെ പറഞ്ഞു. കാരണം അവരൊരിക്കലും ഹാഗ്രിഡിനെ പോലെ നല്ലതാകില്ല. ഹാരി തന്റെ വാദത്തിൽ ഉറച്ചു. കെയർ ഓഫ് മാജിക്കൽ ക്രീച്ചേഴ്സിന്റെ നല്ലൊരു ക്ലാസ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് ലഭിച്ചു എന്നവന് പൂർണ്ണമായും അറിയാമായിരുന്നു. അതിൽ അവൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു. തൊട്ടടുത്തുള്ള ഗ്രീൻ ഹൗസിന്റെ വാതിൽ തുറന്ന് അതിൽ നിന്ന് ജിനി ഉൾപ്പെടെയുള്ള 4th ഇയേഴ്സ് കുട്ടികൾ പുറത്തേക്ക് വന്നു. ഹായ്. കടന്നു പോകുമ്പോൾ അവൾ അവരെ അഭിവാദ്യം ചെയ്തു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മൂക്കിൽ ഒരു കറയും തലയുടെ മുകളിൽ വലിയൊരു മുടിക്കെട്ടുമായി ലൂണ ലവ്ഗുഡ് ക്ലാസ്സിലെ മറ്റുള്ളവരുടെ പിന്നിലായി വന്നു. ഹാരിയെ കണ്ടപ്പോൾ അവളുടെ പ്രകടമായ കണ്ണുകൾ ആവേശത്തോടെ വീർക്കുന്നത് പോലെ തോന്നി. അവൾ അവന് നേരെ വന്നു. അവന്റെ സഹപാഠികൾ പലരും അത് കാണാൻ താൽപ്പര്യത്തോടെ തിരിഞ്ഞു. ലൂണ ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് ഒരു ഹലോ പോലും പറയാതെ നേരെ കാര്യത്തിലേക്ക് കടന്നു. പേര് പറഞ്ഞുകൂടാത്തവൻ തിരിച്ചു വന്നുവെന്നും നീ അവനോട് പോരാടിയെന്നും അവനിൽ നിന്ന് നീ രക്ഷപ്പെട്ടതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, ഹാരി ചമ്മലോടെ പറഞ്ഞു. ലൂണ കമ്മലായി ധരിച്ച ഒരു ജോഡി ഓറഞ്ച് മുള്ളങ്കി പോലുള്ളത് നോക്കി പാർവതിയും ലാവൻഡറും ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ചിരിക്കാം, ലൂണ പറഞ്ഞു. അവളുടെ ശബ്ദം ഉയർന്നിരുന്നു. പാർവതിയും ലാവൻഡറും അവൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നതിനേക്കാൾ അവൾ എന്താണ് പറഞ്ഞതെന്നതിനാണ് ചിരിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിൽ. ബ്ലിംബറിംഗ് ഹംഡിംഗറോ ക്രംബിൾ ഹോണ്ട് സ്നോർകാക്കോ ഇല്ലെന്ന് ആൾക്കാർ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. അത് ശരിയായിരിക്കും അല്ലേ? ഹെർമിയോനി അക്ഷമയോടെ പറഞ്ഞു. ക്രംബിൾ ഹോണ്ട് സ്നോർകാക്കും ബ്ലിംബറിംഗ് ഹണ്ടിംഗറോ എന്നൊരു കാര്യം ഇല്ലെന്നത്? ലൂണ അവളെ ഒരു വാടിയ നോട്ടം നോക്കി മുഖം ചൊളിച്ച് കമ്മൽ ഭ്രാന്തമായി ആട്ടി ചാടിത്തുള്ളിപ്പോയി. പാർവതിയും ലാവൻഡറും മാത്രമല്ല, ഇത് കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നെ വിശ്വസിക്കുന്ന ആളുകളെ കളിയാക്കുന്നത് നിനക്ക് രസമാണല്ലേ? ക്ലാസ്സിലേക്ക് കയറുന്നതിനിടയിൽ ഹാരി ഹെർമിയോനിയോട് ചോദിച്ചു. ഓ ദൈവത്തെ ഓർത്ത് ഹാരി, നിനക്ക് എന്തിനാണ് അവളുടെ വിശ്വാസം? ഹെർമിയോനി പറഞ്ഞു. ജിനി അവളെക്കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ അവൾ വിശ്വസിക്കൂ എന്ന്. ദ ക്വിബ്ലർ നടത്തുന്ന അച്ഛൻ്റെ മകളിൽ നിന്ന് ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. താൻ എത്തിയ ഉടനെ കണ്ട ചിറകുള്ള കുതിരകളെക്കുറിച്ചും ലൂണയ്ക്കും അവയെ കാണാമെന്ന് പറഞ്ഞതിനെക്കുറിച്ചും ഹാരി ചിന്തിച്ചു. അവന്റെ ഹൃദയം വിഷമത്തിലായി. അവൾ കള്ളം പറയുകയായിരുന്നോ? പക്ഷേ ആ കാര്യത്തിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതിനു മുമ്പ് ഏണി മാക്മില്ലൻ അവന്റെ അടുത്തേക്ക് ചെന്നു. പോട്ടർ, നീ ഒരു കാര്യം അറിയണം, അവൻ ഉച്ചത്തിൽ പറഞ്ഞു. നിന്നെ പിന്തുണയ്ക്കുന്നത് വിചിത്ര വ്യക്തികൾ മാത്രമല്ല. താങ്ക് യു സോ മച്ച് ഏണി, ഹാരി അത്ഭുതത്തോടെ പറഞ്ഞു. ഏണി ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആളാകുന്ന സ്വഭാവക്കാരനാണെങ്കിലും ചെവിയിൽ മുള്ളങ്കിക്കമ്മൽ തൂങ്ങിക്കിടക്കാത്ത ഒരാളിൽ നിന്നുള്ള പിന്തുണയെ അഭിനന്ദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു ഹാരി. ഏണിയുടെ വാക്കുകൾ ലാവൻഡർ ബ്രൗണിന്റെ മുഖത്തെ പുഞ്ചിരി പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു. റോണിനോടും ഹെർമിയോണിയോടും സംസാരിക്കാൻ തിരിഞ്ഞപ്പോൾ സീമസിന്റെ ഭാവം ഹാരി കണ്ടു. അവൻ ഒരേ സമയം ആശയക്കുഴപ്പത്തിലും ഗർവിലുമായിരുന്നു. എല്ലാവരെയും പോലെ പ്രൊഫസർ സ്പ്രൗട്ടും അവരുടെ ക്ലാസ് ആരംഭിച്ചത് ഔളുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവരോട് പ്രഭാഷണം നടത്തിക്കൊണ്ടാണ്. അധ്യാപകർ ഇത് ചെയ്യുന്നത് നിർത്തണമെന്ന് ഹാരി ആഗ്രഹിച്ചു. എത്രമാത്രം ഹോംവർക്കുകൾ ചെയ്യണമെന്ന് ഓർക്കുമ്പോഴെല്ലാം അവന്റെ വയറ്റിൽ ഒരു ഉത്കണ്ഠ അനുഭവപ്പെടാൻ തുടങ്ങി. ക്ലാസ് അവസാനിക്കുമ്പോൾ പ്രൊഫസർ സ്പ്രൗട്ട് അവർക്ക് മറ്റൊരു ഉപന്യാസം നൽകിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി.
പ്രൊഫസർ സ്പ്രൗട്ടിന് ഇഷ്ടവളമായ ഡ്രാഗൺ ചാണകത്തിന്റെ ശക്തമായ ഗന്ധം അനുഭവിച്ചും തളർന്നും ഗ്രിഫിൻഡോസ് കാസലിലേക്ക് തിരിച്ചു വന്നു. അവരാരും അധികം സംസാരിച്ചില്ല. നീണ്ട മറ്റൊരു ദിവസമായിരുന്നു അത്. 5 മണിക്ക് അംബ്രിഡ്ജിന്റെ ഡിറ്റൻഷൻ ഉള്ളതിനാൽ വിശന്നു വലഞ്ഞ ഹാരി തന്റെ ബാഗ് പോലും വെക്കാൻ പോകാതെ നേരെ അത്താഴത്തിന് പോയി. അവൾ കരുതി വച്ചിരുന്നത് എന്തും നേരിടുന്നതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. ഗ്രേറ്റ് ഹാളിന്റെ പ്രവേശന കവാടത്തിൽ എത്തിയപ്പോഴേക്കും ഉച്ചത്തിൽ കോപത്തോടെ ഒരു ശബ്ദം ഉയർന്നു വന്നു. ഓയ് പോട്ടർ! ഇനി ഇതെന്താ? അവൻ ക്ഷീണിതനായി മന്ത്രിച്ചു. നോക്കിയപ്പോൾ ഏഞ്ചലീന ജോൺസൺ ആയിരുന്നു. അവൾ കടുത്ത കോപത്തിലാണെന്ന് തോന്നി. ഇനി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, അവൾ പറഞ്ഞു. നേരെ അവന്റെ അടുത്തേക്ക് നടന്ന് വിരൽ കൊണ്ട് അവന്റെ നെഞ്ചിൽ ശക്തമായി കുത്തി. എങ്ങനെയാ നിനക്ക് വെള്ളിയാഴ്ച 5 മണിക്ക് ഡിറ്റൻഷൻ കിട്ടിയത്? എന്ത്? ഹാരി ചോദിച്ചു. ഓ സോറി, കീപ്പറിന്റെ തിരഞ്ഞെടുപ്പ്. ഇപ്പോഴാണോ നിനക്ക് ഓർമ്മ വന്നത്? ഏഞ്ചലീന ചീറി. മുഴുവൻ ടീമിനെയും കൂട്ടി ഒരു പരീക്ഷണം നടത്തണമെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തണമെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ക്വിഡിച്ച് പിച്ച് ഞാൻ പ്രത്യേകം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ നീയില്ല. മനഃപൂർവ്വമല്ല. ഈ വാക്കുകളിലെ അനീതിയിൽ വേദനയോടെ ഹാരി പറഞ്ഞു. ആ അംബ്രിഡ്ജിനോട് യുനോ ഹൂവിനെ കുറിച്ചുള്ള സത്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് ഡിറ്റൻഷൻ ലഭിച്ചത്. ശരി, നീ നേരെ അവളുടെ അടുത്തേക്ക് പോയി വെള്ളിയാഴ്ച നിന്നെ വിടാൻ പറ, ഏഞ്ചലീന കർക്കശമായി പറഞ്ഞു. നീ അത് എങ്ങനെ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിനക്ക് കഴിയുമെങ്കിൽ യുനോ ഹൂ എന്നത് നിന്റെ ഭാവനയുടെ ഒരു സൃഷ്ടിയാണെന്ന് അവളോട് പറ. നീ അവിടെ എത്തിയിരിക്കണം, അത്ര തന്നെ. അവൾ പാഞ്ഞു. എനിക്ക് തോന്നുന്നത് ഗ്രേറ്റ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹാരി റോണിനോടും ഹെർമിയോണിയോടും പറഞ്ഞു, പുഡിൽമെയർ യുണൈറ്റഡിൽ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഒലിവർ വുഡ് മരിച്ചോ എന്നറിയാൻ. ഏഞ്ചലീനക്ക് അവന്റെ ബാധ കയറിയതുപോലെയുണ്ട്. വെള്ളിയാഴ്ച അംബ്രിഡ്ജ് നിന്നെ അങ്ങനെ പോകാൻ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ ഗ്രിഫിൻഡോർ മേശയിൽ ഇരിക്കുമ്പോൾ റോൺ സംശയത്തോടെ ചോദിച്ചു. ഒരു തരി പോലും തോന്നുന്നില്ല, ഹാരി നിരാശയോടെ പറഞ്ഞ് തന്റെ പ്ലേറ്റിലേക്ക് മട്ടൺ ചോപ്സ് ഇട്ട് കഴിക്കാൻ തുടങ്ങി. എങ്കിലും ശ്രമിക്കാം അല്ലേ? പകരം 2 ദിവസം കൂടുതൽ ഡിറ്റൻഷൻ എടുക്കാമെന്ന് പറയാം. അവൻ ഒരു കഷണം ഉരുളക്കിഴങ്ങ് വിഴുങ്ങി. ഇന്ന് വൈകുന്നേരം അവരെന്നെ അധിക നേരം പിടിച്ചു നിർത്തില്ലെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് 3 എസ്സേ എഴുതാനുണ്ട്. മക്ഗൊനാഗലിന്റെ വാനിഷിംഗ് സ്പെൽസ് പരിശീലിക്കണം, ഫ്ലിറ്റ്വിക്കിന്റെ കൗണ്ടർ ചാം, ബോട്രിക്കിൾ ചിത്രം പൂർത്തിയാക്കണം, പിന്നെ ട്രിലോണിക്ക് വേണ്ടി ആ സ്വപ്ന ഡയറി. റോൺ ഞരങ്ങി. പിന്നെ മേൽക്കൂരയിലേക്ക് നോക്കി. കൂടാതെ മഴ പെയ്യാനും പോകുന്നു. അതിന് നമ്മുടെ ഹോംവർക്കുമായി എന്ത് ബന്ധം? ഹെർമിയോനി പുരികമുയർത്തി. ഒന്നുമില്ല. റോണിന്റെ ചെവികൾ ചുവന്നു. 5 മണിയോടെ ഹാരി മറ്റു 2 പേരോട് വിട പറഞ്ഞ് 3-ാം നിലയിലുള്ള അംബ്രിഡ്ജിന്റെ ഓഫീസിലേക്ക് പോയി. അവൻ വാതിലിൽ മുട്ടിയപ്പോൾ അവൾ മധുരമുള്ള സ്വരത്തിൽ അകത്തേക്ക് വരൂ എന്ന് വിളിച്ചു. ചുറ്റും നോക്കി അവൻ ജാഗ്രതയോടെ അകത്തേക്ക് കയറി. 3 മുൻജീവനക്കാരുടെ കീഴിലായിരുന്നപ്പോഴും ഈ ഓഫീസ് അവന് പരിചയമുണ്ടായിരുന്നു. ഗിൽഡറോയ് ലോക്ക്ഹാർട്ട് ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് അതിൽ അദ്ദേഹത്തിന്റെ തന്നെ തിളങ്ങുന്ന ഛായാചിത്രങ്ങൾ പതിച്ചിരുന്നു. ലൂപ്പിൻ അവിടെ താമസിച്ചിരുന്നപ്പോൾ കൂട്ടിലോ ടാങ്കിലോ ഏതെങ്കിലും ആകർഷകമായ ഡാർക്ക് ക്രീച്ചറിനെ കാണാമായിരുന്നു. കള്ളൻമൂടിയുടെ കാലത്ത് തെറ്റുകൾ കണ്ടെത്തുന്നതിനും മറച്ചുവെക്കുന്നതിനുമായ വിവിധ ഉപകരണങ്ങളും കലാസൃഷ്ടികളും കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാത്തതായി തോന്നി. ഉപരിതലങ്ങളെല്ലാം ലേസ് കവറുകളിലും തുണികളിലും പൊതിഞ്ഞിരുന്നു. നിരവധി പൂപ്പാത്രങ്ങളിൽ ഉണങ്ങിയ പൂക്കൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ തടവും. ഓരോ ചുവരുകളിലും അലങ്കാര പ്ലേറ്റുകളുടെ ഒരു ശേഖരം. ഓരോന്നിലും കഴുത്തിൽ വ്യത്യസ്തമായ ഒരു ബോ ധരിച്ച പൂച്ചക്കുട്ടിയും.
ഇത് വളരെ വൃത്തികെട്ടതായി ഹാരിക്ക് തോന്നി. പ്രൊഫസർ അംബ്രിഡ്ജ് സംസാരിക്കുന്നതുവരെ ഹാരി അവയെ തുറിച്ചു നോക്കി. ഗുഡ് ഈവനിങ് മിസ്റ്റർ പോട്ടർ. ഹാരി ചുറ്റും നോക്കി. ആദ്യം അവൻ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം അവൾ ധരിച്ചിരുന്നത് തിളക്കമുള്ള പൂക്കളുള്ള ഒരു വസ്ത്രമായിരുന്നു. അത് അവളുടെ പിന്നിലെ മേശപ്പുറത്തെ മേശവിരിയുമായി നന്നായി ഇണങ്ങിച്ചേർന്നതായിരുന്നു. ഈവനിങ് പ്രൊഫസർ അംബ്രിഡ്ജ്. ഹാരിയുടെ സ്വരം കടുത്തു. ശരി, ഇരിക്കൂ, അവൾ പറഞ്ഞു. ലേസ് കൊണ്ട് വിരിച്ച ഒരു ചെറിയ മേശയിലേക്ക് വിരൽ ചൂണ്ടി അതിനടുത്തായി അവൾ ഒരു കസേര വലിച്ചിട്ടിരുന്നു. മേശപ്പുറത്ത് ഒരു ശൂന്യമായ കടലാസ കഷണം അവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹാരി അനങ്ങാതെ പറഞ്ഞു. പ്രൊഫസർ അംബ്രിഡ്ജ്, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ഉപകാരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവളുടെ തൊടുത്ത കണ്ണുകൾ ചുരുങ്ങി. ഓ, പറയൂ. ശരി, ഞാൻ ഗ്രിഫിൻഡോർ ക്വിഡിച്ച് ടീമിലുണ്ട്. വെള്ളിയാഴ്ച 5 മണിക്ക് പുതിയ കീപ്പറെ കണ്ടെത്താനുള്ള പരിശോധനയിൽ പങ്കെടുക്കാൻ ഞാനും പോകേണ്ടതാണ്. ആ രാത്രി ഡിറ്റൻഷൻ വൈകുന്നത് ഒഴിവാക്കി മറ്റൊരു രാത്രിയിലേക്കത്. വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ലെന്ന് അവന് മനസ്സിലായി. ഓ ഇല്ല, അംബ്രിഡ്ജ് പറഞ്ഞു. ഒരു പ്രത്യേകതരം ഈച്ചയെ വിഴുങ്ങിയതുപോലെ അവൾ വളരെ വിശാലമായി പുഞ്ചിരിച്ചു. ഇല്ലില്ല, തെറ്റായതും വൃത്തികെട്ടതും ശ്രദ്ധ ആകർഷിക്കുന്നതുമായ കഥകൾ പ്രചരിപ്പിച്ചതിനുള്ള നിന്റെ ശിക്ഷയാണിത് മിസ്റ്റർ പോട്ടർ. കുറ്റവാളിയുടെ സൗകര്യത്തിനനുസരിച്ച് ശിക്ഷകൾ തീർച്ചയായും ക്രമീകരിക്കാൻ കഴിയില്ല. നാളെയും അടുത്ത ദിവസവും വെള്ളിയാഴ്ചയും നീ ഇവിടെ വരും. നിന്റെ ഡിറ്റൻഷൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടത്തും. നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം നഷ്ടപ്പെടുത്തുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. അത് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പാഠം ശക്തിപ്പെടുത്തും. ഹാരിക്ക് തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്നത് അനുഭവപ്പെട്ടു. ചെവിയിൽ ഒരു സ്പന്ദനം കേട്ടു. അപ്പോൾ അവൻ തെറ്റും വൃത്തികെട്ടതും ശ്രദ്ധ ആകർഷിക്കുന്നതുമായ കഥകൾ പറഞ്ഞു അല്ലേ? തല അല്പം ഒരു വശത്തേക്ക് ചരിച്ച് അവൾ അവനെ നോക്കി. അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് കൃത്യമായി അറിയാമെന്നും അവൻ വീണ്ടും അലറാൻ തുടങ്ങുമോ എന്ന് കാത്തിരിക്കുന്നു എന്ന മട്ടിലും അവൾ വിശാലമായി പുഞ്ചിരിച്ചു. ഒരു കഠിന ശ്രമത്തോടെ ഹാരി അവളിൽ നിന്ന് കണ്ണെടുത്ത് സ്കൂൾ ബാഗ് നേരെ പിന്നിലേക്ക് വെച്ച കസേരയുടെ അരികിലിട്ട് അതിലിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി ചെയ്യാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.